الحمد لله الواحد القهار العزيز الغفار مكبر الليل على النهار. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله، إن الله لطيف خبير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോക സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുകയും വളരെയധികം കാലം ജീവിക്കുകയും ചെയ്ത ഒരു സ്വഹാബിയാണ്. അദ്ദേഹം ഒരിക്കൽ തൻ്റെ ചെറുപ്രായത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. കുൻതു ഗുലാമൻ ഫി ഹിജ്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിലിരിക്കുന്ന ചെറിയ കുട്ടിയായ സന്ദർഭത്തിൽ വകാനത്ത് യദി, എൻ്റെ കൈകള് അത് തതീഷു ഫി സഹ്ഫ,
ഭക്ഷണത്തിന്റെ പാത്രത്തിൽ എൻ്റെ കൈ ഇങ്ങനെ പല ഭാഗത്തായി ഇങ്ങനെ ഓടിക്കളിക്കുന്നു. അതായത് ആ ഭക്ഷണ തളികയിൽ നിന്ന് പല ഭാഗത്തുനിന്നും ഞാൻ ഇങ്ങനെ വാരി എടുത്ത് ഇങ്ങനെ തിന്നുണ്ട്. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറയാണ്, യാ ഗുലാം, പൊന്നുമോനെ എന്നാണ്, ശമ്മില്ല, നീ ബിസ്മിയൊല്ല്, വകുൽ ബി യമീനിക്, എന്നിട്ട് നിന്റെ വലത് കൈ കൊണ്ട് നീ ഭക്ഷിക്കണം, വകുൽ മിമ്മ യലീക്, നീ ഇരിക്കുന്ന ആ ഭാഗത്തുനിന്ന് നീ ഭക്ഷിക്കും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഈ ഹദീസ് പ്രിയമുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മഹാനായ ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഈ ഒരു ഉപദേശത്തിൽ നിന്ന് ധാരാളം പാഠങ്ങൾ പ്രിയമുള്ളവരെ മുസ്ലിം ഉമ്മത്തിന് പഠിക്കാനുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒന്ന്, ബിസ്മില്ല, വലത് കൈ കൊണ്ട് ഭക്ഷിക്കണം, എവിടെയാണോ ഇരിക്കുന്നത് ആ ഭാഗത്ത് നിന്ന് ആ സൈഡിൽ നിന്ന് നീ ഭക്ഷിക്കണം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതോടൊപ്പം പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം എന്താ? പ്രവാചകൻ അവിടെ ഉപദേശിച്ച ആ ഉപദേശത്തിന്റെ രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിന് നൽകിയ ഉപദേശത്തിന്റെ രീതിയാണ്. കുഞ്ഞിനെ വളർത്തുന്ന, മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്കുള്ള വലിയ പാഠം നമുക്കതിൽ നിന്ന് പഠിക്കാനുണ്ട്. മാത്രല്ല, വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാനിലും ഇതേ കാര്യം, ഉപദേശത്തിന്റെ രംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ട ചില മാതൃക ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തതാണ്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير. ലുഖ്മാൻ അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞതിന്റെ ഇടയിൽ അല്ലാഹു തആല പറയുകയാണ്, യാ ബുനയ്യ, മകനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഉപദേശിക്കുന്നു, യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, കാര്യം ഒരു കടകമണിയേക്കാൾ നിസ്സാരമാണെങ്കിലും, ഫതകുൻ ഫീ സുഖ്റത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ്, ആ കടുക് വിത്തിന്റെ അത്ര തൂക്കമുള്ള കാര്യത്തെ വലിയ പാറക്കല്ലുകളുടെ ഇടയിലാകട്ടെ, ആകാശഭൂമികളിൽ ഒന്നിലാവട്ടെ, എവിടെ നീ കൊണ്ടുപോയി വെച്ചാലും യഅതി ബിഹല്ലാഹ്, അല്ലാഹു ആ കാര്യത്തെ പുറത്തു കൊണ്ടുവരുന്നതാണ് മോനെ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, തീർച്ചയായും അല്ലാഹു അതാ സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാണ്. യാ ബുനയ്യ, പൊന്നുമോനെ, അഖിമിസ്സലാ, നീ നമസ്കാരം നിലനിർത്തണം മോനെ. വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണേ, തിന്മ വിരോധിക്കണേ. വസ്ബിർ അലാ മാ അസ്വാബക്, നിനക്ക് ബാധിക്കുന്ന വിഷമത്തിൽ നീ ക്ഷമിക്കണം, സ്വബർ കാണിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് വളരെ ഗണ്യതമായ ഉറപ്പായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമയോട് പറഞ്ഞ ആ വിഷയത്തിലും ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിച്ചിടത്തൊക്കെ പ്രിയപ്പെട്ടവരെ വലിയ പാഠങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. നോക്കൂ നിങ്ങൾ, പ്രധാനമായും ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം തരങ്ങൾ, സാന്ദർഭികമായ ഉപദേശങ്ങളാണ് ഇവിടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതാണെങ്കിലും ലുഖ്മാൻ അലൈഹിസ്സലാം കൊടുത്തതാണെങ്കിലും ഒക്കെ
സന്ദർഭത്തിനനുസരിച്ചുള്ള ഉപദേശമാണ്. അഥവാ കുറ്റപ്പെടുത്താതെ, ദേഷ്യം പെടാതെ, സ്നേഹത്തോടു കൂടിയുള്ള ഉപദേശമാണ്. ഇവിടെ ഉമർ ബിൻ അബീ സലമ ഭക്ഷണം കഴിക്കുമ്പോ തന്റെ കൈകൾ ഭക്ഷണത്തിന്റെ ആ പാത്രത്തിന്റെ പല ഭാഗത്തു കൂടി ഇങ്ങനെ ഓടിക്കളിക്കാണ്. അപ്പോ നോക്കൂ നിങ്ങൾ, അവിടെ ആ ഉപദേശത്തിന്റെ ശൈലി നമ്മളാണെങ്കിൽ എന്താ പറയാ? നമ്മളാണെങ്കിൽ എന്താ പറയാ? എന്താണ് ഈ കാട്ടുന്ന ചോദിക്കും അല്ലെ? എന്താണ് ഈ കാട്ടുന്നത്? എന്തൊരു ഭക്ഷണം കഴിക്കലത്? എങ്ങനെയാണ് അവനെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചത്? ഉസ്താദ് എങ്ങനെ പഠിപ്പിച്ചത്? എത്ര കാലമായി ഇത് മദ്രസയിൽ പോണ്? ഇത്ര കാലം ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ പഠിച്ചിട്ടില്ലേ എന്നുള്ള ആ രൂപത്തിലാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? നമ്മള് മക്കളോട് സംസാരിക്കുക. തെറ്റുകളെ എടുത്തു പറയുന്നതിന് പകരം അവിടെ ചെയ്യേണ്ട നന്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യാ ബുനയ്യ അല്ലെ, ആ വിളി നോക്കി നിങ്ങള്. വിശുദ്ധ ഖുർആൻ യാ ബുനയ്യ എന്ന് പ്രയോഗിച്ച ആ പ്രയോഗങ്ങളിലൊക്കെ സ്നേഹത്തിന്റെ വിളിയാണുള്ളത്. എന്റെ പൊന്നുമോനെ എന്നാണ്. യാ ഗുലാം. ഇങ്ങോട്ട് പറയാണെന്ത്? ഇങ്ങോട്ട് നന്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സാഹചര്യത്തിനനുസരിച്ചൊരു ഉപദേശം കൊടുക്കുക. സന്ദർഭം കിട്ടിയപ്പോ ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യാ ഗുലാം അല്ലെങ്കിൽ യാ ബുനയ്യ എന്ന സ്നേഹത്തിന്റെ വിളി വിളിച്ചിട്ട് തെറ്റുകളെ എടുത്തു പറയാതെ, ആ തെറ്റിനെ എടുത്തു വലുതാക്കാതെ പഠിപ്പിച്ചു കൊടുക്കാണ്. മോനെ സെമ്മില്ല, ബിസ്മിയുല്ലി വകുൽ ബിയമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് നീ ഭക്ഷിക്ക്. വകുൽ മിമ്മാ യലീക്, നിന്റെ ഭാഗത്തു നിന്ന് നീ തിന്ന്. ലുഖ്മാൻ അലൈഹിസ്സലാം മോനെ വിളിച്ച് ഉപദേശിക്കാണ്, റബ്ബിനെ സൂക്ഷിക്കണം. ഏതു കർമ്മത്തെയും സൂക്ഷ്മമായി ആർക്കറിയാൻ പറ്റും? അല്ലാഹു തആലക്ക് അറിയാൻ പറ്റും. ആരെയും പ്രിയമുള്ളവരെ മറച്ചു വെക്കാം. ആരെയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറച്ചു വെക്കാൻ പറ്റും. മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, ആരിൽ നിന്ന് മറച്ചു വെച്ചാലും പക്ഷേ അള്ളാഹു ആ കാര്യത്തെ കൊണ്ടുവരും മോനെന്ന്. യാ ബുനയ്യലെ, എന്റെ കുഞ്ഞുമോനെ, അഖിമിസ്വലാ, നീ നമസ്കാരം നിലനിർത്തണം. ആളുകളോട് നന്മ പറയണം, തിന്മ വിരോധിക്കണം. പല പ്രയാസങ്ങളും നിനക്ക് അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നീ ക്ഷമിച്ച് സഹിച്ച് നിലകൊള്ളണം. എങ്ങനെ വിളിക്കുന്നത്? യാ ബുനയ്യ, പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ ആ ഉപദേശമൊക്കെ കൊടുക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും യാക്കൂബ് നബി അലൈഹിസ്സലാമയും ഒക്കെ മക്കൾക്ക് നൽകിയ വസിയ്യത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലൂടെ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്, അവിടെയും വിളിക്കുന്ന വിളി ആ അതേ വിളിയാണ്. സ്നേഹത്തിന്റെ വിളി, സാന്ദർഭികമായ ഉപദേശങ്ങൾ അല്ലെ, ഉപദേശിക്കാനുള്ള ഒരു അവസരം. ആ അവസരത്തിൽ അവിടെ ചേർത്ത് നിർത്തിയുള്ള സാരോപദേശങ്ങളെയാണ് പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മക്കളോട് അല്ലെ ഒരുപാട് ബാധ്യതകൾ നിർവഹിക്കാനുള്ള ആളുകളാണ്. കടമകൾ നിർവഹിക്കാനുള്ള മാതാപിതാക്കളാണ് നമ്മൾ. നമ്മുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. അള്ളാഹു അവർക്ക് സ്വാലിഹായ മക്കളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പക്ഷെ മക്കളെ കിട്ടിയ നമ്മൾ ഓരോരുത്തരും ആ മക്കളോട് ചെയ്യേണ്ട കടമകൾ, ബാധ്യതകൾ കൃത്യമായി ചെയ്യേണ്ടവരാണ് എന്ന ബോധ്യം പ്രിയമുള്ളവർ നമുക്ക് എത്രത്തോളം ഉണ്ട് നോക്കൂ. മക്കളെ ഉപദേശിക്കുന്നിടത്ത് പ്രിയപ്പെട്ടവർ ഈ ഒരു ബോധപൂർവമായ ഇടപെടൽ നമ്മുടെ കൂടെ നിർത്തി, സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തി, തെറ്റ് കാണുമ്പോൾ അത് വലുതാക്കാതെ നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉപദേശത്തിന്റെ രീതി നമ്മിലുണ്ടോന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കണം. ഞാനൊരു വിഷയം തിരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയങ്ങൾ, ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വെക്കേഷൻ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു വെക്കേഷൻ കാലത്ത് രണ്ടു രീതിയിലാണ് മാതാപിതാക്കൾ കാണുക. പ്രത്യേകിച്ച് ചില ഉമ്മമാരുടെയൊക്കെ സംസാരത്തിൽ വരാറുള്ള തരങ്ങൾ ഏറ്റവും പ്രധാനമാണ്. കൂടുതൽ ആളുകളും പറയാറുള്ളത്, ഇനി 2 മാസം ഞാൻ എങ്ങനെ സഹിക്കുന്നു, ഇനി 2 മാസം ഞാൻ എങ്ങനെ അവനെ വീട്ടിലിട്ട് പൊറുപ്പിക്കുന്നു. ഇതാണ് പല രക്ഷിതാക്കളുടെ ഈ നാവിലൂടെ വരുന്ന വാക്ക്. സ്കൂളിൽ അവധി കിട്ടി, മക്കൾ വീട്ടിൽ വന്ന് ഒരു ദിവസമാകുന്നതിന്റെ മുമ്പ് പ്രിയപ്പെട്ടവരെ രക്ഷിതാക്കൾ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ നീ കാട്ടുന്നത്?
ഇത് നാട്ടിലെ ആൾക്കാരല്ല, തൊട്ടടുത്ത അയൽവാസി പറയുന്ന വാക്കല്ല. അവനെ പരിചരിക്കേണ്ട അവന്റെ മാതാപിതാക്കളെ നാവിൽ നിന്ന് വരുന്ന വാക്കാണ്. എന്താ ചെയ്യാൻ? ആ കുട്ടി ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചും സ്നേഹിച്ചും വളർത്തേണ്ട സ്വന്തം ഉമ്മയിൽ നിന്ന്, സ്വന്തം ബാപ്പയിൽ നിന്ന് ഇത് കേൾക്കേണ്ടി വരുന്ന ആ മകളുടെ മാനസികമായ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുകയും. 10 മാസം സ്കൂളിലെ ടീച്ചറും മദ്രസയിലെ ഉസ്താദും നിങ്ങളെ മക്കളെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പ്രിയമുള്ളവർ 2 മാസം നിങ്ങളെ മക്കളെ നോക്കിയാൽ കിട്ടുക? ഒന്നും വരൂല. വളർത്തേണ്ട രീതിയിൽ മക്കളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കൂല. കുട്ടി ഒരു ഫിത്തിരി ഉണ്ടാക്കിയിട്ടില്ല, ഒരു പ്രശ്നം കുട്ടി ഉണ്ടാക്കിയിട്ടില്ല. സ്കൂളിൽ അവധി കിട്ടി, ബാഗ് ഷോൾഡറിനടുത്ത് തന്റെ ഷോക്കേസിലോ അതല്ലെങ്കിൽ ടേബിളിലോ എടുത്തു വെക്കുന്നതിന്റെ മുമ്പേ നമ്മളെ മക്കളെ കുറിച്ച് വിലയിരുത്തുകയാണ്. ഇനി എന്താ ചെയ്യാന്ന്? ജൂൺ വരെ സഹിക്കണ്ടെന്നുണ്ട്. ഭക്ഷണം കൊടുക്കുന്നതല്ല പ്രശ്നം, ഭക്ഷണം കൊടുക്കുക, എത്രയും കൊടുക്കുക. പണം ചെലവാക്കുന്നതിലല്ല പ്രശ്നം. മക്കളെ വീട്ടിലുണ്ടെങ്കിൽ എന്താ നിങ്ങള്, മക്കളെ വീട്ടിലുണ്ടായ പിന്നെ പറഞ്ഞ കേൾക്കൂലെന്ന്, പിന്നെ തമ്മിൽ അടിയും പിടിയും ആകെ പ്രശ്നമായിരിക്കും വീട്ടില്. നമ്മള് ആ ഒരു നിലപാടല്ല സ്വീകരിക്കേണ്ടത്. രണ്ടാമത്തെ രീതി എന്താ നിങ്ങള്, രണ്ടാമതായി നമ്മൾ സ്വീകരിക്കണം, കഴിഞ്ഞ 10 മാസം പകുതി സമയവും എന്റെ കുട്ടി എന്റെ കൂടെ ഇല്ല. പകൽ മുഴുവനായും അവൻ എവിടെയാണ്? അവൻ സ്കൂളിലാണ്, മദ്രസയിലാണ്. രാത്രി വളരെ കുറഞ്ഞ സമയമാണ്, ഉറങ്ങുന്നതിന്റെ മുമ്പുള്ള ആ ഒരു മഗ്‌രിബിന് ശേഷമുള്ള കുറച്ച് സമയമാണ് മക്കളെ എന്റെ അടുത്ത് കിട്ടാറുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള 2 മാസം ഇൻഷാ അല്ലാഹ് എന്റെ മക്കളുടെ കൂടെ രാവും പകലും ഞാനുണ്ട്. രാവും പകലും അവളെ എനിക്ക് കിട്ടണം. അവിടെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ച യാ ഗുലാം എന്ന സ്നേഹത്തിന്റെ വിളി. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ച യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ എന്ന് ആത്മാർത്ഥമായി വിളിക്കാനുള്ള വിളി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരം. പ്രവാചകന്മാരുടെ സംസാരത്തിലൂടെ ശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ ഒരു വിളി, പ്രിയമുള്ളവരെ, വിളിക്കാനുള്ള ഏറ്റവും നല്ല അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. മക്കളുടെ തെറ്റുകളെ അത് ബോധപൂർവം തിരുത്താൻ, സ്നേഹം കൊണ്ട് തിരുത്താൻ, കൂടെ നിർത്തി മാതൃക കാണിച്ച് തിരുത്തേണ്ടത് തിരുത്തി ഉപദേശങ്ങൾ കൊടുത്തു വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചാൻസ് അൽഹംദുലില്ലാഹ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ, മക്കളെ പലപ്പോഴും നമ്മള് പഠിക്കാൻ വിടുമ്പോൾ എന്ത് ചെയ്യാറില്ല, നമുക്ക് അവിടെ കൂടെ കിട്ടാറില്ല. ഇന്നങ്ങനെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. 2 മാസക്കാലം ശ്രദ്ധാപൂർവം ഉപയോഗിക്കുമെന്നതാണ് പ്രിയപ്പെട്ടവർ നല്ല രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്. എന്നിട്ട് ഈ 2 മാസത്തിന്റെ ഇടയിൽ, ഒരുപക്ഷെ സ്കൂൾ ജീവിതത്തിന്റെ ഇടയിൽ ആ മക്കളിലേക്ക് കടന്നു വന്ന ഒരുപാട് ദുസ്വഭാവങ്ങൾ ഉണ്ടാവും. തന്റെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ കിട്ടിയ പല മോശപ്പെട്ട സ്വഭാവങ്ങളും പല സംസാരങ്ങളൊക്കെ ഉണ്ടാവും. ആ തിന്മകള്, ആ തെറ്റായ ചില സംസാരങ്ങള്, അതൊക്കെ അവന്റെ സ്വഭാവത്തിലും അവന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അത് മനസ്സിലാക്കി സ്നേഹത്തോടു കൂടി തിരുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ്. ആ ഒരു അവസരത്തെ നമ്മൾ ഏറ്റവും നന്നായി പ്രിയമുള്ളവരെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി എന്തു ചെയ്യുന്നല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബേജാറാകേണ്ടത്, മറിച്ച് എനിക്ക് കുറെ ചെയ്യാനുള്ള ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് രക്ഷിതാക്കളായ ഞാനും നിങ്ങളൊക്കെ പ്രിയമുള്ളവരെ ചെയ്യേണ്ടത്. ദീനിയായ ഉപദേശങ്ങൾ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ബോധപൂർവം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ദീനി പഠന ക്ലാസുകൾ ഉണ്ടെങ്കിൽ മക്കളെ അതിൽ പഠിപ്പിക്കണം. വെക്കേഷൻ കാലയളവിലൊക്കെ ദീനി ക്ലാസുകൾ നടക്കാറുണ്ട് ഓരോ വിഭാഗങ്ങൾക്ക്. അതിലൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ ചേർത്തി ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ദഅ്വ പ്രോഗ്രാമുകളിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കണം. എന്തിനു വേണ്ടിയാ സഹോദരങ്ങളെ? കണ്ണടക്കും നമ്മൾ ഓരോരുത്തരും. ഞാനും നിങ്ങളൊക്കെ കണ്ണടക്കും അല്ലേ? മയ്യത്തായി മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ എല്ലാം തീരും പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ. അതോടുകൂടി നമ്മുടെ കച്ചവടത്തിന്, നമ്മുടെ ബിസിനസ്സിന് പുതിയ അവകാശി വരും. നമ്മൾ ഉണ്ടാക്കിയ വീടിന് പുതിയ അവകാശി വരും. നമ്മുടെ കയ്യിലുള്ള കാറിന് പുതിയ അവകാശി വരും. നമുക്ക് കൂട്ടിനുണ്ടാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ സലാസൻ. ഒരു മനുഷ്യൻ മരിച്ചാൽ എല്ലാ അമലുകളും അതോടുകൂടി മുറിഞ്ഞു പോകുകയാണ്.
മൂന്നെണ്ണം ഒഴികുന്ന ഇല്ലാ സ്വതക്കത്തുൻ ജാരിയ. ഒന്ന് ജാരിയായ സ്വതക്കയാണ്, നിലനിൽക്കുന്ന സ്വതക്ക, ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമതായി പ്രിയമുള്ളവരെ, വഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവാണ്. ആ അറിവ് കൊണ്ട് ഇന്ന തിന്മ ചെയ്യരുത് എന്നും ഒരാൾക്കൊരു നന്മ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തിന്മ വിരോധിച്ചിട്ടുണ്ട് എങ്കിൽ അതാ മനുഷ്യൻ പ്രിയമുള്ളവരെ ഫോളോ ചെയ്താൽ നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് ആ അമലിന്റെ പ്രതിഫലം കിട്ടുകയാണ്. ഞാൻ ഒരാളെ നന്മ പഠിപ്പിച്ചു കൊടുത്തു, അയാളെ ജീവിതകാലം മുഴുവൻ ആ നന്മ ചെയ്താൽ അതിന്റെ ഇടയിൽ ഞാൻ മരിച്ചാലും അയാൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള കൂലി നിൽക്കാണ്. അയാൾക്കും കിട്ടും, എനിക്കും കിട്ടും. കാരണം അയാളെ ആ നന്മ പഠിപ്പിച്ചത് ഞാനാണ്, അയാളിൽ കണ്ട ആ തിന്മയെ തിരുത്തിയത് ഞാനാണ്. അതുകൊണ്ട് അതാണ് പ്രിയമുള്ളവരുടെ നമ്മുടെ ഖബറിലേക്ക് ഉണ്ടാവുക. മൂന്നാമതായിട്ട് എന്താ പറഞ്ഞത്? ഔവലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ, ഒരു മകൾ, സ്വാലിഹായ മക്കള്. ആ മക്കളുടെ പ്രാർത്ഥനയ പ്രിയമുള്ളവർ നമ്മുടെ ഖബറിലേക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഖബറിന്റെ അടുത്ത് വന്ന് മക്കൾ നടത്തുന്ന ഇസ്തിഗ്ഫാറിന്റെ ഫലമായി ആ സ്വർഗത്തിൽ ഉന്നതമായ ദറജ കിട്ടുന്ന രക്ഷിതാക്കളായി ഞാനും നിങ്ങളും മാറും. അവർ സ്വർഗത്തിൽ നിന്ന് ചോദിക്കണം ആ മാതാപിതാക്കള്, റബ്ബേ എന്തിനു വേണ്ടിയാണ് ഇത്രയും വലിയ ദറജ എനിക്ക് സ്വർഗത്തിൽ തന്നത് എന്ന് ആ മാതാപിതാക്കൾ സ്വർഗത്തിൽ വെച്ച് റബ്ബിനോട് ചോദിക്കുമ്പോ റബ്ബതിന് കൊടുക്കുന്ന മറുപടി ഉണ്ട്, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി നടത്തിയ ഇസ്തിഗ്ഫാറിന്റെ ഫലമാണ് നിങ്ങൾ സ്വർഗത്തിൽ ഇത്രയും വലിയ ദറജയിൽ എത്തിപ്പെടാൻ കാരണമെന്ന് റബ്ബ് പറയുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന എത്ര ആളുകൾക്ക് ഈ ഒരു ഭാഗ്യം കിട്ടുമെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും? പ്രിയപ്പെട്ടവര്, അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ വചനം നമ്മുടെ മക്കളുടെ നാവിൽ നിന്ന് ഹൃദയമറിഞ്ഞ് മനസ്സറിഞ്ഞ് വരണമെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? നമ്മുടെ മക്കളുടെ നാവിൽ നിന്ന് എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് പൊടുത്തു കൊടുക്കണേ റബ്ബേ എന്ന ആത്മാർത്ഥമായൊരു ദുആ, പ്രിയമുള്ളവരെ, നാലാള് കാണാനോ ആരെങ്കിലും കേൾക്കാനോ ആരെങ്കിലും അറിയാനോ വേണ്ടിയല്ല. പ്രിയപ്പെട്ടവരെ, ഹൃദയം പൊട്ടി കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വാചകം നമ്മുടെ മക്കളുടെ നാവിൽ നിന്ന് വരണമെങ്കിൽ ആ മനസ്സിലേക്ക് നമ്മൾ ആ നിലക്കുള്ള ഇൽമുകൾ നമ്മൾ എത്തിച്ചു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. ദീനീപരമായ അന്തരീക്ഷത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പ്രിയമുള്ളവർ രണ്ട് രൂപത്തിലാണ്. ഒന്നെങ്ങനെയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ പ്രാർത്ഥിച്ചു മാതൃക കാണിക്കണം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കാണ്ട് മാതൃക കാണിക്കുക. അപ്പോഴാണ് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ. നമ്മുടെ ഉപ്പാന്റെ നമ്മുടെ ഉമ്മാന്റെ ഖബറുകൾ നമ്മൾ പോയി സന്ദർശിക്കണം, കൈപിടിച്ചു കൊണ്ടുപോകണം നമ്മുടെ മക്കളെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഖബറുകൾ പോയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക. എങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഖബറിലേക്ക് അവരവരുടെ മക്കളെ കൈപിടിച്ചു കൊണ്ടുവരും. സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ ഭൗതികമായ പഠനത്തിൽ ഉന്നതിയിലെത്തണ്ടെന്നല്ല പറയണത്. അവർ എഞ്ചിനീയറും ഡോക്ടറും എന്തൊക്കെ ആവാൻ പറ്റും അതൊക്കെ ആവണം. പക്ഷെ ആ ഒരു പഠിപ്പിന്റെ ഇടയിൽ അവരുടെ ബൈക്കിന്റെ മേലെയുള്ള ആ ഇരുന്നുള്ള യാത്രയിൽ അവരുടെ കയ്യിലാണ് നിയന്ത്രണമെന്ന് വിചാരിച്ച് ആ നിയന്ത്രണമെന്ന് തെറ്റിയാൽ അവർ മയ്യത്താവും. നമ്മൾ പോലും നമ്മുടെ മക്കളെ വിളിക്കെന്താ മയ്യത്ത് എന്നാ പിന്നെ വിളിക്കുക എന്നെ എന്റെ വാപ്പ ജസീൽ എന്നല്ല പറയല്ലോ. ഞാൻ മരിച്ചാൽ എന്റെ വാപ്പ പോലും എന്നെ വിളിക്കുക മയ്യത്ത് എന്നാണ്. ആ ഒരു ബോധം പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാവണം. ഈ ദുനിയാവിൽ അവർ നേടിയ എല്ലാ സർട്ടിഫിക്കറ്റുകളും ചെയ്യും, അത് എഞ്ചിനീയർ ഡോക്ടർ എന്തിന്റെ ആയിക്കോട്ടെ, അതൊക്കെ ആ മരണത്തോടു കൂടി അവസാനിക്കുന്നു. എന്നാൽ പിന്നീട് വരാനിരിക്കുന്ന ആഖിറം എന്ന പുതിയ ജീവിതത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ് ആ ഭൗതികമായ ജീവിതത്തിൽ നിന്ന് അത് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് കഴിഞ്ഞ 10 മാസം നമ്മുടെ മക്കൾ ഭൗതികമായ പഠനത്തിന്റെ പിന്നാലെ ഓടിയിരുന്നു. ഇവിടെ ഒരു 10 ദിവസമെങ്കിലും മാതാപിതാക്കളുടെ ബാധ്യത എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അത് കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ റബ്ബിനോടുള്ള ബാധ്യത എന്താണ്, സമൂഹത്തിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ഇന്ന് പല മക്കൾക്കുള്ള പ്രശ്നം എന്താ അറിയോ?
ഇന്ന് അധിക മക്കൾക്കും അദബുകൾ അറിയില്ല. ഒരു പള്ളിയിലുള്ള മര്യാദ എന്താണ്, മാതാപിതാക്കളോട് പെരുമാറേണ്ട മര്യാദ എങ്ങനെയാണ്, പ്രായമായ ആൾക്കാരോട് എങ്ങനെ പെരുമാറേണ്ടത്, ഒരു അധ്യാപകന്മാരോട് എങ്ങനെ നിൽക്കേണ്ടത്, ഇതൊന്നും ഇന്നത്തെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥിനികൾക്ക് അറിയാത്തൊരവസ്ഥ ഇന്നുണ്ട്. കാരണം കാലഘട്ടത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഇന്ന് കാലം അങ്ങനെയാണ് സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അദബുകളൊക്കെ നമ്മുടെ മക്കൾക്ക് അറിയാത്തൊരവസ്ഥ ഉണ്ട്. ഇതൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭവും സാഹചര്യവുമാണ് ഇത് മനസ്സിലാക്കി പ്രിയമുള്ളവർ നമ്മൾ ഇടപെടുക. അതോടൊപ്പം പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. വെക്കേഷൻ കാലാണ്, എല്ലാ തിരക്കിൽ നിന്നും അവർക്കൊരു ഫ്രീഡം കിട്ടുകയാണ്. അതുകൊണ്ട് അവരെവിടെ പോകുന്നു, എന്തൊക്കെയാണ് അവർ കാണുന്നത്, എന്തൊക്കെയാണ് അവർ കേൾക്കുന്നത്, അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളെ ഫയലിൽ എന്തൊക്കെയുള്ളത്, അവർ ആർക്കൊക്കെയാണ് കോൾ ചെയ്യുന്നത്, ആരുമായിട്ട് നമ്മൾ ചാറ്റിംഗ് നടത്തുന്നത്, ഇതൊക്കെ കൃത്യമായൊരു പരിശോധന രക്ഷിതാക്കളായ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നിയന്ത്രിക്കണം പ്രിയമുള്ളവർ. ഇല്ല എങ്കിൽ നാളെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു വെക്കേഷനിൽ നമ്മൾ പോയിട്ടില്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാവും, രോഗിയായി കിടക്കുന്ന ആളുകൾ. അവിടെയൊക്കെ നമ്മുടെ മക്കളുടെ കൈപിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ രോഗികളെ പോയി സന്ദർശിക്കുക. നമ്മൾ മരിച്ചാലും അവർക്ക് ബോധം ഉണ്ടാവണം. പ്രിയമുള്ളവര്, എൻ്റെ ഉമ്മാന്റെ കുടുംബാണെന്നുള്ള ബോധത്തിൽ ആ മക്കള് അവിടെ പോയി സന്ദർശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ, കുടുംബ ബന്ധം സ്ഥാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറണമെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിന് ഈ വെക്കേഷൻ കാലം നമ്മൾ പരമാവധി കുടുംബ സന്ദർശനം നടത്തുക, രോഗ സന്ദർശനം നടത്തുക, മാതൃക കാണിച്ചു കൊടുക്കുക. അതിനുവേണ്ടി പ്രിയമുള്ളവർ നമ്മൾ ഉപയോഗിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ വഞ്ചിതരാകുന്ന സാഹചര്യം ഉണ്ടാവരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ മിൻ അബ്ദിൻ യസ്തറഈഹില്ലാഹു റഅയ. ഏതൊരു അടിമക്കും അല്ലാഹു ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. യമൂത്തു, ആ മനുഷ്യൻ മരിക്കണം. എന്നിട്ട് അവൻ മരിക്കണത് എങ്ങനെ അറിയോ? യൗമ യമൂത്തു വഹുവ ആശുൻ ലിറഅയതിഹി. അവരുടെ കാര്യത്തിലാണോ തനിക്ക് ആരുടെ കാര്യത്തിലാണോ തനിക്ക് ഉത്തരവാദിത്തമുള്ളത്, ആ ഉത്തരവാദിത്തമുള്ള ആളുകളെ കുറിച്ച് അവരെ കുറിച്ച് വഞ്ചിച്ചുകൊണ്ടാണ് അവൻ ഈ ലോകത്ത് നിന്ന് അവൻ മരിച്ചു പോണെന്നാണ്. ഇല്ല ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു തആല സ്വർഗം ഹറാമാക്കിയിട്ടല്ലാതെ അവൻ മരിക്കൂല എന്നാണ്. അഥവാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനല്ലേ, എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്തം അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളൊക്കെ. എന്നിട്ട് മരിക്കുന്ന ദിവസം ഞാനും നിങ്ങളൊക്കെ മരിക്കുമ്പോഴേ അവരോട് ബാധ്യത നിർവഹിക്കാതെ ആ മക്കളെയും ആ ഭാര്യയെയും വഞ്ചിച്ചുകൊണ്ടാണ് നമ്മൾ മരിച്ചു പോണെന്നുണ്ടെങ്കിൽ ഇല്ല ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു അവർക്ക് സ്വർഗം അള്ളാഹു നിഷിദ്ധമാക്കാണ്. അതുകൊണ്ട് ഫിത്നയാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ, ഭാര്യയും മക്കളും ഫിത്നയാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവർ പരീക്ഷണമാണ് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ പരീക്ഷണത്തിൽ പ്രിയമുള്ളവർ നമുക്ക് വിജയിക്കാൻ പറ്റണം. ഏറ്റവും ചുരുങ്ങിയത് പ്രിയപ്പെട്ടവരെ, പരലോകത്ത് ആ മകൻ നരകാവകാശിയായി തീരുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. ആലോചിച്ചു നിങ്ങൾ, റബ്ബേ, ഞാൻ ചെയ്യേണ്ട ബാധ്യതയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും എൻ്റെ മകൻ എൻ്റെ മകള് നന്നാകാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണ്ടേ? അതല്ല, ആ പടലോകത്ത് ആ മക്കൾ നമുക്ക് നേരെ വിരൽ ചൂണ്ടാണ്. ആ മക്കൾ നമുക്ക് നേരെ വിരൽ ചൂണ്ടിട്ട് പറയും, അള്ളാഹുവേ, എൻ്റെ മാതാവാണ്, എൻ്റെ പിതാവാണിത്, എന്നോട് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്തത് കൊണ്ടാണ്, എന്നെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഈ നരകത്തിൽ ഞാൻ എത്തിപ്പെട്ടത് എന്ന് നമ്മുടെ നേരെ വിരൽ ചൂണ്ടി നമ്മുടെ മക്കൾ സംസാരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പടലോകത്ത് നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് ഈ ഒരു അവധിക്കാലം പ്രിയമുള്ളവർ ടെൻഷൻ അടിക്കാനുള്ളതല്ല. ബോധപൂർവം ഉപയോഗപ്പെടുത്തി മക്കളെ അടുത്തിരുത്തി തിരുത്തി സ്നേഹത്തിന്റെ സംസാരത്തിലൂടെ സാന്ദർഭികമായ ഉപദേശങ്ങളിലൂടെ ദീനീ കാര്യങ്ങൾ പഠിപ്പിക്കാനും നല്ല അദബുകൾ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ നമ്മൾ പരമാവധി നമ്മൾ ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് ഇടപെടുന്ന നല്ല രക്ഷിതാക്കളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. 60 ദിവസം നമ്മുടെ നാടും നഗരവും ഒക്കെ വെക്കേഷൻ ചെലവഴിക്കാനുള്ള ഒരു അവസരത്തിലാണ്, അതിൻ്റെ ഒരു ആവേശത്തിലാണുള്ളത്. ഇന്ന് എന്തിനും ഏതിനും പാക്കേജുകൾ റെഡിയാണ്. മക്കള് സമ്മർ പാക്കേജുകൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കച്ചവട സ്ഥാപനങ്ങൾ സമ്മർ സർപ്രൈസുമായിട്ടാണ് കാത്തിരിക്കുന്നത്. എല്ലാവരും അതിൻ്റെ ഓട്ടത്തിലാണുള്ളത്. നോക്കൂ, നിങ്ങളുടെ നാട്ടിൻപുറങ്ങളിലെ മൈതാനങ്ങളിലും വരണ്ട പാടങ്ങളിലും പുഴയോരങ്ങളിലൊക്കെ വേനലവധി ചെലവഴിച്ച ആധുനിക ആ കാലഘട്ടത്തിന് ഇന്നത്തെ പഴയ ആ തലമുറക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു നിങ്ങൾ അതൊക്കെ ഒരു ചരമക്കുറിപ്പാക്കിയിട്ട് മാറ്റിയിരിക്കുന്നു. ഇന്ന് അത്തരമൊരു പാടങ്ങളിൽ ഗ്രൗണ്ടുകളിൽ കളിക്കുന്ന കുട്ടികൾ ഇന്ന് വളരെ കുറച്ചുള്ളൂ. ഇന്നവരെ കളികൾ എവിടെയാണ്? ഗെയിമുകളും കമ്പ്യൂട്ടർ ഗെയിമുകളും മൊബൈൽ ഗെയിമുകളും ആ നിലക്കുള്ള റീൽസും കോമഡി ഷോകളൊക്കെയാണ് ഇന്ന് പല മക്കളുടെയും അവധിക്കാടെന്ന് പറഞ്ഞാൽ. പരസ്യങ്ങളിൽ കാണുന്ന ചോക്ലേറ്റ് നുണഞ്ഞും ആ നിലക്കുള്ള ഗെയിമുകളിൽ മുഴുകി ഇന്ന് നമ്മുടെ മക്കൾക്ക് ലോകത്തെ കുറിച്ചുള്ള അറിവില്ല. ബന്ധങ്ങളൊക്കെ ബന്ധനങ്ങളായി മാറുകയാണ്. മാതാപിതാക്കളോട് കുശലാന്വേഷണം പറയാൻ ഒന്ന് കൂടെ ഇരുന്ന് കളിക്കാനും ആ മാതാപിതാക്കളെ കൂടെ ഇരുന്നൊന്ന് തമാശ പറഞ്ഞ് ചിരിക്കാനൊന്നും ഇന്ന് മക്കൾക്ക് സമയമല്ല. ഇന്ന് മൊബൈലിന്റെ മുമ്പിൽ അവർ അഡിക്റ്റ് ആകുകയാണ്. എത്രത്തോളം വെച്ചാലേ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശാപമായി അഥവാ പ്രതികരണ ശേഷിയില്ലാത്ത ബ്രോയിലർ കൂട്ടങ്ങളിലേക്ക്, ഞാനത് കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ പറയണ വാക്കല്ല. ബ്രോയിലർ കോഴിനെ കൊണ്ടുള്ള ഉപകാരം എന്താ? അതിങ്ങനെ തിന്നിരിക്കാന്നല്ലാതെ അതിനെ കൊണ്ട് പറക്കാനോ ഒന്ന് ഓടാനോ ഒന്ന് ചാടാനൊന്നും ആ കോഴിനെ കൊണ്ട് പറ്റൂല. ഇന്ന് പല മക്കളും അങ്ങനെയാണ്. അവർക്ക് ഓടാനും ചാടാനും ഒന്നും അവർക്ക് അറിയില്ല. അവർ ആ മൊബൈലിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ഒരു ലോകത്തെക്കുറിച്ച് ഒരു അറിവില്ലാതെ, ബന്ധങ്ങളെ കുറിച്ച് അറിവില്ലാതെ അവരിങ്ങനെ അതിന്റെ മുമ്പിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഞാനത് വെറുതെ പറയല്ല. വീടിന്റെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടില് നമ്മുടെ മക്കൾ കളിക്കുന്നുണ്ടെന്ന്. അപ്പോ നമ്മളിവിടെ സംബന്ധിച്ചുള്ള സാഹചര്യങ്ങളും സന്ദർഭമൊന്നും ഇല്ല നമുക്ക് ഇപ്പൊ അല്ലെ, കാരണം ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. നാട്ടിലേക്കുള്ള അവസ്ഥ ആലോചിക്കുകയാണ്. നാട്ടിലെ മക്കൾ പോലും തൊട്ടടുത്തൊരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ആ ഗ്രൗണ്ടിൽ പോയി കളിക്കുന്ന ഒരു അവസ്ഥ ഒന്നുമില്ല. ഓന്റെ ഗ്രൗണ്ട് ഏതാ നിങ്ങൾ? ഓന്റെ ഗ്രൗണ്ട് മൊബൈലാണ്. പല രാജ്യങ്ങളായിട്ട് അവന്റെ കളി മൊബൈലില്. കയ്യും കാലും ഇളക്കാൻ കഴിയണില്ല. വെറും വിരലുകൾ മാത്രം ഒരു ചൂണ്ടവിരലോ തള്ളവിരലോ മാത്രം ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണെന്ന് മക്കള് പോണത്. എന്നിട്ടെന്താ 10, 25, 30 വയസ്സാകുമ്പോ തന്നെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ വന്ന് അസുഖം വന്ന് അവര് നിത്യരോഗിയായിട്ട് മാറുകയാണ്. ഇന്ന് ആധുനിക പഠനങ്ങൾ പറയുന്നത് നിങ്ങൾ ആധുനിക പഠനങ്ങൾ പറയാ 100 മക്കളിൽ പരീക്ഷണം നടത്തിയിട്ട് 70% മക്കൾക്കും ഇന്ന് കണ്ണിന് ക്യാൻസർ ഉണ്ട്. 70% മക്കൾക്കും ഇന്ന് കണ്ണിന് ക്യാൻസർ ആണ്. അതുകൊണ്ട് ഉപകാരത്തെക്കാൾ എത്രയോ മടങ്ങാണ് അതുകൊണ്ടുള്ള ഉപദ്രവങ്ങൾ എന്ന് മനസ്സിലാക്കുക. വിശ്വാസവും സ്വഭാവവും ആരാധനയും മാനസികമായ ആരോഗ്യവും ധനവും ഒക്കെ തകർത്തുകൊണ്ടാണ് ഇത്തരം സംവിധാനങ്ങൾ പ്രിയമുള്ളവരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 60 ദിവസം 2 മാസം കുട്ടികളൊന്ന് കയ്യും കാലൊക്കെ ഒന്ന് ഇളക്കി കളിക്കട്ടെ. അതിനൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതിന് പൈസ കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, പണം കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല. നമ്മുടെ മക്കൾ ഗ്രൗണ്ടിൽ പോയിട്ടൊന്ന് കയ്യും കാലൊക്കെ ഒന്ന് ഇളകി കളിക്കട്ടെ. അവിടെ നിന്ന് സ്വിമ്മിങ് നടത്തി നീന്തട്ടെ, അവിടെ നിന്ന് ചാടട്ടെ, ഓടട്ടെ. ബാക്കി പകുതി സമയം മക്കളുടെ കൂടെ നിന്ന് ദീന് പഠിപ്പിക്കാനും അദബുകൾ പഠിപ്പിക്കാനും നമ്മൾ സമയം കണ്ടെത്തുക. എങ്ങനെ വലിയവരോട് എങ്ങനെ പെരുമാറേണ്ടത്, ചെറിയവരോട് എങ്ങനെ കരുണ കാണിക്കേണ്ടത്, എങ്ങനെയാണ് അയൽപക്ക ബന്ധം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് കുടുംബ ബന്ധം ചേർക്കേണ്ടത്, ഇതൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം. ആ സമയത്ത് നമ്മൾ
ഉപയോഗപ്പെടുത്തുക. ആ നിലക്ക് പ്രിയമുള്ളവരെ, ഈ ഒരു അവധിക്കാലത്തെ ഉപയോഗിക്കുന്ന രക്ഷിതാക്കളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്ന എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഅഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗത്തിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. അള്ളാഹു അവരുടെ ഹലാലായ മുറാദുകളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ സ്വതക്കകളും നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു നമ്മിൽ നിന്നും സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ബാബു റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين فانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.